നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുടെ ചൊവ്വ പര്യവേക്ഷണ ഉപഗ്രഹമായ ഹോപ്പ് പ്രോബ് ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി 2 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. അറബ് രാഷ്ട്രങ്ങളുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പേടകം ചൊവ്വ പ്രാദേശിക സമയം വൈകിട്ട് 7:57 ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത്. നിലവിൽ ചൊവ്വയ്ക്ക് ഏകദേശം അടുത്തെത്തിയെങ്കിലും ഭ്രമണപഥത്തിലേക്കുള്ള പ്രവേശനമാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതേറെ നിർണായകമാകുമെന്ന് UAE ബഹിരാകാശ ഏജൻസി ചെയർപേഴ്സൺ സാറ അൽ അമിരി പറയുകയുണ്ടായി. അതേസമയം ചൊവ്വയുടെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് പെട്ടെന്ന് നീങ്ങുന്നതോടെ മിഷൻ കൺട്രോൾ സെന്ററും ഉപഗ്രഹവും തമ്മിലുള്ള ആശയവിനിമയത്തിൽ 11 മുതൽ 22 മിനിറ്റ് വരെ കാലതാമസം വരുമെന്നും മിഷൻ ഓപ്പറേഷൻ ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജർ സക്കറിയ ഹുസൈൻ അൽ ഷംഷി പറയുകയുണ്ടായി. ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹോപ്പ് പ്രോബിന്റെ 6 ത്രസ്റ്റുകളും, അതായത് ദിശ മാറ്റാനുള്ള ചെറിയ റോക്കറ്റുകൾ പ്രവർത്തനക്ഷമമാകുന്നതാണ്. എന്നാൽ 2-ലേറെ ത്രസ്റ്ററുകൾ പ്രവർത്തിക്കാതിരുന്നാൽ ദൗത്യം പരാജയപ്പെടാനും സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ ഭ്രമണപഥത്തിലേക്കുള്ള പ്രവേശനം എപ്രകാരമാകുമെന്ന ആകാംക്ഷയിലാണ് ശാസ്ത്രലോകം. UAE മാത്രമല്ല എല്ലാ അറബ് ജനതയുടെയും പ്രതീക്ഷയ്ക്ക് ചിറകുമുളപ്പിച്ച 2020 ജൂലൈ 20 ഹോപ്പ് പ്രോബ് കുതിച്ചുയർന്നത്. പ്രവാസ ലോകം ഉറ്റുനോക്കി നിൽക്കെയാണ് UAE ഭ്രമണപഥത്തിലെ ആദ്യ അറേബ്യൻ വിസ്മയമായി തീർന്നത്. മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള രാജ്യത്തിന്റെ മഹത്തായ സംഭാവന കൂടിയാകുന്നു ഇത്. ഒരു ചൊവ്വ വർഷം മുഴുവൻ ഹോപ്പ് പ്രോബ് ഭ്രമണപഥത്തിൽ തുടരുക തന്നെ ചെയ്യും. ഭൂമിയിൽ ഇത് 687 ദിവസത്തിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. പ്രോബ് ചൊവ്വയെ ചുറ്റി അന്തരീക്ഷം ചിത്രീകരിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണങ്ങളും അന്വേഷിച്ച് കണ്ടെത്തും. ചുവന്ന ഗ്രഹത്തിലെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ നഷ്ടപ്പെടുന്നതിന്റെ കാരണവും നിരീക്ഷിക്കുകയും ചെയ്യും. ആഗോള കാലാവസ്ഥാ ഭൂപടം മനസ്സിലാക്കാനും ഇതിന് സാധിക്കും. ഭൂമിയിലുള്ളവർ കാത്തിരിക്കുന്നത് ചൊവ്വയുടെ പൂർണ്ണ ചിത്രങ്ങളാണ്. ലോകത്തിലെ 200-ലേറെ സ്പേസ് സെന്ററുകളിലെ ശാസ്ത്രജ്ഞർക്ക് ഈ വിവരങ്ങൾ കൈമാറാനും സാധിക്കും. ചൊവ്വ പര്യവേഷണം വിജയത്തിനെത്തുന്നതിന് മുൻപുള്ള ആഘോഷം എന്ന വണ്ണം UAE-യിലെ എല്ലാ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളും ചുവപ്പണിഞ്ഞു നിന്നു. ദുബായ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, ദുബായ് ഫ്രെയിം, ദുബായ് കനാൽ, ബുർജ് ഖലീഫ, ബുർജ് അൽ അറബ്, ഗ്ലോബൽ വില്ലേജ്, ഇത്തിസലാത്ത് കെട്ടിടങ്ങൾ, മുനിസിപ്പാലിറ്റി കെട്ടിടങ്ങൾ, റാസൽ ഖൈമയിലെ ദയാ ഫോർട്ട്, അബുദാബി ഖസർ അൽ വതൻ എമിറേറ്റ്സ് പാലസ്, ഖലീഫ യൂണിവേഴ്സിറ്റി, ഷെയ്ഖ് സായിദ് ബ്രിഡ്ജ് എന്നിവയെല്ലാം രാത്രികാലങ്ങളിൽ ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കുകയാണ് ചെയ്തത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.